भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनीश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് വളരെ ഒരു പ്രത്യേക ദിവസമാണ്. കാമിക ഏകാദശി ദിവസം. മാത്രമല്ല പരമപൂജ്യ ജയപതാക സ്വാമികളുടെ അവതാര ദിനം, ആവിർഭാവ ദിനം. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന്റെ ജന്മദിനത്തിനെ വ്യാസപൂജയായിട്ടാണ് ആഘോഷിക്കുന്നത്. കാരണം ഗുരുക്കന്മാർ വ്യാസമഹർഷിയുടെ പ്രതിനിധികളാണ്. ഒരു സാധാരണ ഭക്തനും വൈഷ്ണവർക്കും വലിയൊരു വ്യത്യാസമുണ്ട്. കേരളത്തില് അനേകം ഭക്തരുണ്ട്. അമ്പലങ്ങളിൽ പോകുന്നവർ, തൊഴുന്നവർ എല്ലാവരും ഭക്തരാണ്. പക്ഷേ ഒരു ഗുരു പരമ്പരയിൽ കൂടെ മന്ത്രദീക്ഷ സ്വീകരിച്ച് ഗുരുവിനെ പ്രീതിപ്പെടുത്തി അതിൽ കൂടെ കൃഷ്ണഭക്തി നേടുന്നവരാണ് വൈഷ്ണവർ. സാധാരണ ഭക്തർക്കും ഗുരുവിലിരുന്ന് ദീക്ഷയെടുത്ത് ഭക്തി നേടുന്നവർക്കും വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ ഒരു യജമാനന്റെ വിശ്വാസമുള്ള ഒരു മൃഗമായി, ഒരു സേവകനായി നമ്മൾ മാറും. സാധാരണ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങള്, അഭിലാഷങ്ങളെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് പൂർത്തീകരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരു ദീക്ഷയെടുത്ത ഭക്തൻ, ഗുരുവിന്റെ ശിഷ്യൻ, ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ച് അങ്ങോട്ട് അടിയറ വെച്ച് സേവനമനുഷ്ഠിക്കുന്നതാണ്. സാധാരണ ഭക്തൻ എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ശിഷ്യൻ ഗുരുവിനെ എങ്ങനെ സേവിക്കണം എന്ന് ചിന്തിക്കും. ചൈതന്യ മഹാപ്രഭു 4 സമ്പ്രദായങ്ങളിലിരുന്ന് രണ്ട് സിദ്ധാന്തം വച്ച് മൊത്തം 8 സിദ്ധാന്തം സ്വീകരിച്ചു. ശ്രീ സമ്പ്രദായത്തിലിരുന്ന് 2 സിദ്ധാന്തം, ബ്രഹ്മസമ്പ്രദായത്തിൽ 2 സിദ്ധാന്തം, കുമാര സമ്പ്രദായവും രുദ്ര സമ്പ്രദായത്തിലും നിന്ന് 2 സിദ്ധാന്തം. അങ്ങനെ 8 തത്വങ്ങളാണ് ചൈതന്യ മഹാപ്രഭു ഈ 4 സമ്പ്രദായത്തിലിരുന്ന് സ്വീകരിക്കുകയും അതിനെ അചിന്ത്യഭേദ അഭേദ തത്വത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യും.
അപ്പൊ ശ്രീ സമ്പ്രദായത്തിൽ എടുത്ത രണ്ട് സിദ്ധാന്തത്തിൽ ഒന്ന് ഭക്തിയുത സേവനം, ഗുരു നിഷ്ഠയിൽ കൂടെ ഉള്ള ഭക്തിയുത സേവനം. ഒരു കനിഷ്ഠ ഭക്തൻ, താഴേക്കിടയിലുള്ള ഒരു ഭക്തൻ. ഇപ്പൊ നമ്മൾ കേരളത്തിൽ സർക്കാർ ഓഫീസിൽ പോയാൽ LD ക്ലർക്ക്, UD ക്ലർക്ക് എന്നൊക്കെ കാണാൻ സാധിക്കും. LD ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ലോയർ ഡെസ്ക് ക്ലർക്ക്, താഴേക്കിടയിലുള്ള ഒരു ജോലിക്കാരൻ. UD ക്ലർക്ക് എന്ന് പറഞ്ഞാൽ അപ്പർ ഡെസ്ക് ക്ലർക്ക്, ഒരു പടി മേലെ ഉള്ളത്. ഭക്തരിലും അതുപോലെ ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, കനിഷ്ഠ ഭക്തൻ എന്ന് മൂന്ന് ഭക്തരും. ഉത്തമ ഭക്തൻ തന്റെ ജീവിതം മുഴുവനും ഗുരുവിന്റെ തൃപ്തിക്കായി, ഗുരുവിന്റെ പ്രീതിക്കായി, ഗുരുവിനെ സേവിക്കാൻ മാത്രം മാറ്റിവെക്കുകയാണ്. അവിടെ ഞാൻ എന്ന വസ്തുവിന് പ്രസക്തിയില്ല. ഇന്ന് സേവനം ചെയ്യാൻ എനിക്ക് മൂടില്ല, ഇന്ന ആൾക്കാരോട് ഒത്തുചേർന്ന് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അവിടെയൊക്കെ ഈ ഞാൻ എന്ന സംഭവം മുളച്ചു നിൽക്കുകയാണ്. ഉത്തമ ഭക്തനിൽ അത് കാണില്ല. ഗുരുവിന്റെ പ്രീതിക്ക് എന്ത് ചെയ്യണമോ അത് അദ്ദേഹം ഉടൻ തന്നെ തന്റെ പ്രാണനേക്കാളും പ്രാധാന്യം നൽകിക്കൊണ്ട് അത് അദ്ദേഹം ചെയ്യും. കനിഷ്ഠ ഭക്തൻ അങ്ങനെയല്ല. എപ്പോഴും എനിക്ക് എന്ത് കിട്ടും, എന്റെ അഹം എന്ന ഭാവത്തിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ, എനിക്ക് തൃപ്തി ഉണ്ടാകണം, എനിക്ക് സ്ഥാനം വേണം, എന്നെ എല്ലാവരും അംഗീകരിക്കണം, ഞാൻ ഇത്ര വർഷം ഉള്ള ഒരു ഭക്തനാ, എനിക്ക് വന്നിട്ട് എല്ലാരും മുമ്പേയും സാധാരണക്കാരനാവാൻ സാധിക്കില്ല, ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ഉത്തമ ഭക്തൻ എല്ലാവരുടെ നിലവാരത്തിലേക്ക് താഴോട്ട് ഇറങ്ങി വന്ന് അവരോട് തോളോട് തോൾ ചേർന്ന് സേവനം അനുഷ്ഠിക്കും. അപ്പോ ഗുരുഭക്തി കൃഷ്ണഭക്തിയിൽ ഒരു പ്രധാന ഘടകമാണ്. ഗുരുഭക്തി ഇല്ലാതെ കൃഷ്ണഭക്തി ലഭിക്കുകയില്ല. അത് നമ്മൾ അനേകം ലീലകൾ രാമായണത്തിൽ കൂടെയും മഹാഭാരതത്തിൽ കൂടെയൊക്കെ കണ്ടു. അങ്ങനെ ശ്രീ സമ്പ്രദായത്തില്, രാമാനുജാചാര്യ സമ്പ്രദായത്തിൽ ഒരു പരമഭക്തനാണ് അനന്താഴ്വാർ എന്ന് പറയുന്ന ഭക്തൻ. ഈ അനന്താഴ്വാർ തിരുപ്പതിയിൽ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. മഹാഭക്തനാണ്, വലിയ ഗുരുനിഷ്ഠയുള്ള ഒരാളാണ്, ഗുരുഭക്തി. അപ്പൊ ഒരു തവണ രാമാനുജാചാര്യർ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇങ്ങനെ തിരുപ്പതി ഞാൻ പോയിരുന്നു, നല്ല സുന്ദരമായ ക്ഷേത്രം, പക്ഷെ കുന്നിന്റെ മേലെ ആയതുകൊണ്ട് അവിടെ കുടിക്കാൻ വെള്ളമില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് അവിടെ പൂക്കളുടെ കൃഷിയൊന്നും നടക്കുന്നില്ല. ഭഗവാൻ ശ്രീനിവാസന് ആവശ്യമായ പൂക്കൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ശിഷ്യന്മാർ ആർക്കെങ്കിലും എന്നെ പ്രീതിപ്പെടുത്തണം, എനിക്ക് സേവനം ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തിരുപ്പതിയിൽ ചെന്ന് മലയുടെ മുകളിൽ പൂക്കൾ കൃഷി ചെയ്യണം, ഒരു പൂന്തോട്ടം ഉണ്ടാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അത് കേട്ട പാട് തന്നെ എല്ലാരും പേടിച്ചു. മലയുടെ മേലെയൊക്കെ ചെന്ന് പാറയുടെ പുറത്തൊക്കെ എങ്ങനെയാ പൂന്തോട്ടം ഉണ്ടാക്കുക? അതൊന്നും നിസ്സാര കാര്യമല്ല. ഉടനെ ഈ ഗുരുനിഷ്ഠയുള്ള മഹാഭക്തനായ അനന്താഴ്വാർ എണീറ്റിട്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. ഉടനെ മറ്റ് ശിഷ്യഗണങ്ങളെല്ലാം അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തി. അനന്താഴ്വാർ, നീ വിചാരിക്കുന്ന പോലെയല്ല, എളുപ്പമല്ല. പാറയുടെ പുറത്തൊക്കെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല. നിരുത്സാഹപ്പെടുത്തി.
ഗുരുവിനെ സേവിക്കുന്നതാണ് എന്റെ ജന്മലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യാത്ര തിരിച്ചു. കൂടെ ഗർഭിണിയായ ഭാര്യ. അപ്പൊ മറ്റുള്ളവരെല്ലാം പറഞ്ഞു, നിങ്ങൾ പോകുന്നത് തന്നെ അസംഭവ്യമായ ഒരു കാര്യം ചെയ്യാനാണ്. ആ കൂട്ടത്തിൽ ഗർഭിണിയായ പത്നിയെ കൊണ്ടുപോകുന്നത് ഒട്ടും ശരിയായില്ല. ഇതൊക്കെ ആവശ്യമില്ല. പല രീതിയിൽ അദ്ദേഹത്തിനെ എല്ലാവരും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ എന്റെ ജീവൻ, എന്റെ ശരീരം എനിക്ക് പ്രയോജനപ്പെടുന്നതിനേക്കാളും ഗുരുനിഷ്ഠയിൽ, ഗുരുവിന്റെ വാക്കുകളിൽ വേണം അത് ഉപയോഗിക്കാൻ എന്ന ഒരു ചിന്തയിൽ ഈ അനന്താൾവാർ ദൃഢമായ വിശ്വാസമുള്ള ഒരാളായി. എനിക്ക് പേര് കിട്ടണം, സ്ഥാനമാനങ്ങൾ കിട്ടണം, എന്നെ 4 ആൾക്കാർ പ്രശംസിക്കണം, ഞാൻ എന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഭക്തിക്ക് തടസ്സമാണ്. ഇത്തരം ചിന്തകൾ ഉള്ളവര് 20, 30, 40 വർഷവും ഭക്തിയിൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ യാതൊരു പുരോഗമനവും ഉണ്ടാവും. അവര് വെറുതെ, ഭാഗവതം പറയുന്നു, തീർത്ഥസ്ഥാനത്തിൽ ഒരു 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 കാള ജീവിക്കുന്നത് പോലെ. തീർത്ഥസ്ഥാനം, തീർത്ഥഭൂമിയിൽ പോകുമ്പോ, വൃന്ദാവനം, അയോധ്യ എന്ന പുണ്യഭൂമികളിൽ പോകുമ്പോ അവിടെ ഒരുപാട് പശുവും കാളയൊക്കെ കാണും. ആ കാള അവിടെ ഗംഗയിൽ കുളിക്കും, ഗംഗാവെള്ളം കുടിക്കും, അമ്പലത്തിൽ ചെല്ലും, നാമജപം എല്ലാം ചെയ്യും. പക്ഷെ കാളയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. അതേപോലെ വർഷങ്ങളായി സേവനങ്ങളും ഭക്തിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അഹം 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 എന്ന ഭാവമുള്ള ഒരാൾക്ക് ഒരു പുരോഗമനം ഉണ്ടാകും. ഭക്തിയുടെ പക്വത അദ്ദേഹം നേടാനേ സാധിക്കില്ല. എപ്പോഴും എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, എനിക്ക് വേണ്ട സ്ഥാനം കിട്ടിയില്ല, ഇങ്ങനെ തന്നെ ചിന്തിച്ചോണ്ടേ. അഹം എന്നതിനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഭക്തിയിൽ ഉയരാൻ സാധിക്കുള്ളൂ. അത് വളരെ അത്യാവശ്യമാണ്. അപ്പോ അനന്താൾവാർ തന്റെ ഗർഭിണിയായ പത്നിയെ കൊണ്ടുപോയിട്ട് ആ മലയുടെ മുകളിൽ, പാറകളിൽ, എളുപ്പമല്ല. വലിയ വലിയ എന്താ പറയാ, പിക്കാസും പാരയൊക്കെ വെച്ച് പാറയെ പൊട്ടിക്കാൻ തുടങ്ങി. അപ്പോ കാണുന്നവരെല്ലാം വിചാരിച്ചു, എന്തിനാ ഈ അനന്താൾവാർ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇത് നടക്കാത്ത കാര്യമല്ലേ? അത് മാത്രമല്ല, കൂടെ സഹായത്തിന് കൂട്ടിയിരിക്കുന്നത് ആരാ? ഗർഭിണിയായ പത്നി. എന്നാൽ ആ സ്ത്രീക്കെങ്കിലും 2 വാക്ക് പറഞ്ഞൂടെ? അവരും ഗുരുവിനെ സേവിക്കുന്നതും ഭർത്താവിന്റെ വാക്കനുസരിക്കുന്നതാ വലുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. അവസാനം ഭഗവാന് തന്നെ സങ്കടം തോന്നി. ഭഗവാൻ വ്യത്യസ്തമായ രൂപത്തിൽ വന്ന് അനന്താൾവാരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. ബ്രാഹ്മണന്റെ രൂപത്തിലും പല രൂപത്തിലും. ഏത് ശാസ്ത്രത്തിലാ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കഠിനമായ ജോലി ചെയ്യാൻ ഇതൊക്കെയാണോ സേവനം? ഭഗവാൻ തന്നെ ഇങ്ങനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതുമല്ലാതെ അങ്ങയുടെ ഗുരുനാഥനൊന്ന് ആലോചിക്കണ്ടേ ഇങ്ങനെയൊക്കെ സേവനങ്ങൾ കൊടുക്കും? ഈ ഞാനുള്ളത് തിരുവനന്തപുരത്ത് ശ്രീ ശ്രീ കൃഷ്ണ ബലരാമ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം ഉദ്ഘാടനം നടന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞത്, ഈ ഭക്തിയുത സേവനത്തിനെ സ്നേഹത്തിന്റെ ഭാരം എന്ന് വേണം കണക്കാക്കാൻ. ബേർഡൻ ഓഫ് ലവ്. ഒരു മനുഷ്യൻ തന്റെ പത്നിയെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നത് വലിയ ഭാരമാണ്, വലിയ ജോലിയാ. പക്ഷെ അത് സ്നേഹത്തിന്റെ ഭാരമാണ്. അത് നമ്മൾ ഗുരുവിന് വേണ്ടി ശിരസാ വഹിക്കണം. ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ എപ്പോഴും നിരാശയും ആശയക്കുഴപ്പവും പിന്നെ പ്രയാസങ്ങളും ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഉള്ളതാണ് സേവനം. ഒരു ദിവസം പോലും യശോദാദേവിയും ദേവകി മാതാവും സമാധാനത്തിൽ കിട്ടേയില്ല. ഭഗവാൻ വന്നിട്ട് ഏതെല്ലാം രീതിയിൽ രാക്ഷസന്മാർ ഭഗവാനെ
തടസ്സപ്പെടുത്തും, ഉപദ്രവിക്കും. ഒരു ദിവസം പോലും യശോദാദേവി സമാധാനത്തിലിരുന്നിട്ടില്ല. സേവനം എന്ന് പറയുമ്പോൾ അതില് പ്രയാസങ്ങൾ ഉണ്ടാകും. ഗോലോകത്തിലും ഇടയ്ക്കിടയ്ക്ക് പൂതനയൊക്കെ വരും. ഇപ്പൊ പൂതനയും തൃണാവൃതനും ശകടാസുരനും നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. അവസാനം ഭഗവാൻ തന്നെ അനന്താൾവാരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഒരു ബാലന്റെ രൂപത്തിലും ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ വന്നു. എന്തിനാ ഇത്ര കഷ്ടപ്പാട്? ഏത് ശാസ്ത്രത്തിൽ ഇങ്ങനെയൊക്കെ സേവനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അനന്താൾവാറിന് ദേഷ്യം വന്ന് ആ കുട്ടിയെടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ ഗുരുവിനെ സേവിക്കാണ്. ആര് വിചാരിച്ചാലും എന്റെ സേവനത്തിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. എന്റെ സമയം കളയാതെ ഇവിടെ ഇരുന്ന് പോയിക്കോളൂ എന്ന് ആ കുഞ്ഞിനെ ഓടിച്ചു. കൃഷ്ണൻ തന്നെയാണ്, ഭഗവാൻ തന്നെ വന്നു. തിരുപ്പതിയില് നമ്മൾ ചെന്ന് തൊഴുമ്പോ ദർശനം വലിയ ആളിന്റെ രൂപമാണെങ്കിലും തിരുപ്പതിയിലുള്ള ഭഗവാൻ ബാലന, കുഞ്ഞാണ്. ബാലാജി എന്നാ പറയണ, ബാലകുമാരന. കാണാൻ വലിയ രൂപമൊക്കെ ആയി, എന്നാ ബാലന. അപ്പോ അനന്താൾവാർ ആ ബ്രാഹ്മണ കുട്ടിയെ ഓട്ടിച്ചു വിട്ടപ്പോ ആ കുഞ്ഞ് ഭഗവാൻ നേരെ അനന്താൾവാറിന്റെ പത്നിയെടുത്ത് ചെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് ആലോചിക്കാനുള്ള കഴിവില്ല, ഗുരുഭക്തിയിൽ അന്ധനായിരിക്കുക. അങ്ങെങ്കിലും പറഞ്ഞൂടെ, അങ്ങ് ഗർഭിണിയാണ്, ഇത്തരം കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭാര്യയും അതേപോലെ തന്നെ, ഗുരുവിനെ സേവിക്കണം, എൻ്റെ ഭർത്താവിന്റെ വാക്കുകൾ അനുസരിക്കണം, അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ കൂടെ നിൽക്കണം. ഇതൊക്കെയായിരുന്നു അനന്താൾവാറുടെ പത്നിയുടെ സിദ്ധാന്തം. പറഞ്ഞു കേൾക്കാതെ വന്നപ്പോ ഈ ബാലൻ, ഭഗവാൻ എന്ത് ചെയ്തു, പത്നിയുടെ കയ്യിലിരുന്ന് ആ പാറക്കഷ്ണം തൂക്കിപ്പിടിക്കുന്ന ആ കൊട്ട, ആ ബാസ്ക്കറ്റിനെ പിടിച്ചു വലിച്ചു. ഉടനെ ആ സ്ത്രീ ഉറക്കെ വിളിക്കുകയും ഇത് കേട്ട അനന്താൾവാർ കയ്യിലുള്ള പാറക്കഷ്ണം എടുത്തിട്ട് ആ കുഞ്ഞിനെ ഓങ്ങി അടിച്ചു. അനന്താൾവാറുടെ പത്നി ചോദിച്ചു, അങ്ങക്ക് എന്ത് പറ്റി, എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? ആ കുഞ്ഞും തന്റെ പൊട്ടിയ താടി പിടിച്ചിട്ട് ചോരയൊലിച്ച ആ കുട്ടി ഓടി. പൂജാരി വന്ന് അമ്പലം തുറന്ന് നോക്കുമ്പോ ഭഗവാൻ ശ്രീനിവാസന്റെ താടി പൊട്ടി ഇങ്ങനെ ചോര ഒലിച്ചോണ്ടിരിക്കും. പൂജാരി ഭയന്ന് നടുങ്ങി, ഭഗവാനെ എന്ത് സംഭവിച്ചു, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ, എനിക്ക് വല്ലാണ്ട് ഭയം തോന്നുന്നു. ഭഗവാൻ തന്നെ പ്രതിവിധി പറഞ്ഞു പൂജാരി എടുത്ത്, അല്പം കർപ്പൂരം എടുത്ത് വെക്കാൻ. ഇന്നും നിങ്ങൾ തിരുപ്പതിയിൽ ബാലാജി ശ്രീനിവാസ വിഗ്രഹത്തിനെ ചെന്ന് കണ്ടാല് ഈ താടിയിൽ ഒരു വെള്ള പാച്ച് ഉണ്ടാകും, വെള്ള കളറിൽ. അത് വന്ന് കർപ്പൂരം വെച്ചതാണ്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് അനന്താൾവാർ ഭഗവാനെ തൊഴാനായിട്ട് വന്നു. എന്നും ഭഗവാന് തൊഴാനായിട്ട് വരും, പൂക്കളും കൊണ്ടുവരും. അപ്പൊ പൂക്കളുമായിട്ട് വന്ന് അനന്താൾവാർ നോക്കിയപ്പോഴാ ഭഗവാന്റെ താടി പൊട്ടി ചോര വരുന്നത്. അനന്താൾവാറിന് മനസ്സിലായി, ആ ബാലനായി വന്നത് വേറെ ആരുമല്ല, ശ്രീനിവാസ ഭഗവാനാണെന്ന് മനസ്സിലായി. ശരീരം നടുങ്ങി, ശബ്ദം ഇടറി മാപ്പ് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അനന്താൾവാർ, നിന്റെ ഗുരുനിഷ്ഠ, ഗുരുഭക്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവർ തമ്മിൽ സംഭാഷണമൊക്കെ നടക്കും ഭഗവാന്റെയും ഭക്തന്മാരുടെയും ഇടയ്ക്ക്. നമ്മളും ആ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ രുചി, പ്രേമ, ഭാവ, 9 പടികളാ ഉള്ളത്. അതില് ഏറ്റവും അധികം 8ാമത്തെയും 9ാമത്തെയും പടിയാണ് ഭാവ, പ്രേമ, നിഷ്ഠ, രുചി, ആസക്തി, പല തരത്തിലുള്ള തട്ടുകൾ. ആ നിലവാരത്തിലൊക്കെ എത്തിക്കഴിയുന്ന ഒരാൾക്ക് ഭഗവാനുമായിട്ട് നിരന്തരം സംസാരിക്കാനൊക്കെ സാധിക്കും. അപ്പൊ അനന്താൾവാരും നിരന്തരം ശ്രീനിവാസ ഭഗവാനായിട്ട് സംസാരിക്കുക. അപ്പൊ ഒരു ദിവസം അനന്താൾവാറെ കാണാത്ത ഭഗവാൻ പറഞ്ഞു, പൂജാരിയെ അടുത്ത് പറഞ്ഞു വിട്ടു, എനിക്ക്
ഇപ്പൊ അനന്താൾവാറിനെ കാണണം, ഒന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അനന്താൾവാർ മറുപടി പറഞ്ഞു പൂജാരി അടുത്ത്, ഞാൻ അല്പം തിരക്കില, എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഭഗവാൻ പറഞ്ഞു അത് പറ്റൂല, ഇപ്പൊ തന്നെ വരണം. ഉടനെ അനന്താൾവാർ പറഞ്ഞു, ഞാൻ എന്റെ ഗുരുവിന്റെ സേവയില, ഗുരുനിഷ്ഠയില, ഗുരുവിന്റെ സേവനം കഴിഞ്ഞാല് ഞാൻ വരാം. ഞാൻ ഇവിടെയൊക്കെ പൂന്തോട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കഴിഞ്ഞാ വരാം. ഉടനെ ഭഗവാൻ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, എന്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ ഈ സ്ഥലം ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല. ഉടനെ അനന്താൾവാർ തിരുപ്പതി വിട്ടിട്ട് തിരിച്ചു ശ്രീരംഗത്തിലേക്ക് പോയിക്കൊള്ളണം. എന്റെ അനുവാദം ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പാടില്ല. ഉടനെ അനന്താൾവാർ പറഞ്ഞു, ഇത് എന്റെ ഗുരു തന്ന സ്ഥലമാണ്, ഗുരുദത്ത ദേശം. അങ്ങനെ ഒരു വാക്കുണ്ട്. നമ്മുടെ ഗുരുക്കന്മാർ നമ്മളടുത്ത് ഇന്ന സേവനം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് നമുക്കൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു 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 വിഷയം തരുമ്പോൾ അതിനെ ഗുരുദത്ത ദേശം. നമ്മൾ അവിടെ ഇരുന്ന് ശരീരത്തിലിരുന്ന് പ്രാണൻ പോകുന്നത് വരെ ഗുരുവിന്റെ വാക്കിനെ പാലിക്കാം. അനന്താൾവാർ പറഞ്ഞു, ഇതെന്റെ ഗുരുദത്ത ദേശമാണ്. ശ്രീനിവാസ ഭഗവാനാണ് ലക്ഷ്മി എടുത്ത് പിണങ്ങി ഇവിടെ തിരുപ്പതിയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ആദ്യം തിരിച്ചു പോകട്ടെ, ഞാൻ പോകത്തില്ല. ആ വാക്ക് തർക്കത്തിൽ ശ്രീനിവാസ ബാലാജി ഭഗവാൻ തോറ്റുപോയി, അനന്താൾവാർ ജയിച്ചു. അങ്ങനെ മധുരമായ സ്നേഹബന്ധമാണ് ഇവരുടെ. ഇനിയൊരവസരത്തില് അനന്താൾവാർ പൂന്തോട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോ അദ്ദേഹത്തിനെ ഒരു പാമ്പ് കടിച്ചു. ഇത് അടഞ്ഞ് ഭഗവാൻ അനന്താൾവാർ വന്ന ഉടനെ ചോദിച്ചു, അനന്താൾവാർ സുഖമാണോ അങ്ങയ്ക്ക്? അങ്ങേ പാമ്പ് കടിച്ചു എന്ന് ഞാൻ കേട്ടല്ലോ. അപ്പൊ അനന്താൾവാർ ചിരിച്ചോണ്ട് പറഞ്ഞു, എന്നെ ഉള്ളിലുള്ള പാമ്പ് കടിച്ചതാണോ അല്ല പുറത്തുള്ള പാമ്പ് കടിച്ചതിനെ കുറിച്ചാണോ ഭഗവാൻ പറയുന്നത്? ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? രണ്ട് പാമ്പുണ്ടോ? അതെന്താ ഉള്ളിലുള്ള പാമ്പ് പുറത്തുള്ള പാമ്പ്? ഉടനെ അനന്താൾവാർ മറുപടി പറഞ്ഞു, കാമക്രോധാദികൾ എന്റെ ഉള്ളിലുള്ള പാമ്പാണ്. അത് എന്നെ നിരന്തരം കടിച്ച് അതിന്റെ വിഷം എന്റെ ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുക. ആഗ്രഹങ്ങൾ, ആവശ്യത്തിനധികം ഇത് വേണം അത് വേണം, മറ്റുള്ളവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടണം. കാമം, അത് കിട്ടാതെ വരുമ്പോ ദേഷ്യം, അടുത്തുള്ള ആൾക്കാരടുത്തൊക്കെ വെറുതെ പിണങ്ങുക, നമ്മുടെ നിരാശ പ്രകടിപ്പിക്കുക. ഇത് അകത്തുള്ള പാമ്പാ. ഭഗവാനെ, ആ പാമ്പ് എന്നെ ദിവസം കടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി ശരി, ഞാൻ ആ പാമ്പിനെ കുറിച്ചല്ല സംസാരിച്ചത്, പുറത്തുള്ള പാമ്പ് കടിച്ചതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അനന്താൾവാർ ഒരു മനോഹരമായ മറുപടി പറഞ്ഞു, കടിച്ചവനേക്കാളും കടി കൊണ്ടവന് ശക്തി കൂടുതലാണെങ്കിൽ ഭഗവാനെ, ഞാൻ ഈ തിരുപ്പതിയിൽ തന്നെ അങ്ങേ സേവിച്ചുകൊണ്ടിരിക്കും. കടി കൊണ്ടവനേക്കാളും കടിച്ചവനാണ് ശക്തി കൂടുതലെങ്കിൽ ഞാൻ വിരജാ നദി തീരത്തിരുന്ന് അങ്ങേ സേവിച്ചുകൊണ്ടിരിക്കും. രണ്ടായാലും ഞാൻ എന്റെ ഗുരുവിനെ സേവിച്ചുകൊണ്ടിരിക്കും, അതിൽ മാറ്റമേ ഇല്ല. അതായത് എന്നെക്കാളും പാമ്പിനാണ് ശക്തി കൂടുതലെങ്കിൽ ഞാൻ വൈകുണ്ഠത്തിൽ എന്റെ ഗുരുവിനെ സേവിച്ചുകൊണ്ടിരിക്കും. അല്ല, പാമ്പിനേക്കാളും എനിക്കാണ് ശക്തി കൂടുതലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഗുരുവിനെ സേവിച്ചുകൊണ്ടിരിക്കും. എന്ത് സംഭവിച്ചാലും ഞാൻ ഗുരുവിനെ സേവിക്കും, അതിൽ മാറ്റമേ ഇല്ല. സ്വർഗ അപവർഗ നരകേഷു അപിതുല്യാർത്ഥ ദർശന. പാർവതി ദേവി ചിത്രകേതുവിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടപ്പോ മഹാദേവൻ പറയാ, ഭക്തരെടുത്ത് ദേഷ്യപ്പെട്ട എന്താ പ്രയോജനം? അവർ സ്വർഗത്തിലായാലും നരകത്തിലായാലും ഒരേ മാനസിക അവസ്ഥയിൽ തന്നെ കാണും. അങ്ങനത്തെ ഒരു ഗുരുനിഷ്ഠയായിരുന്നു നമ്മുടെ അനന്താൾവാർടെ. ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം? നമ്മളിൽ പലരും, എനിക്കിവിടെ സ്ക്രീനിൽ പലരുടെയും പേര് കാണാം, പലരും ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചവരാണ്. ഈ ജീവിതത്തിൽ നമ്മൾ ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക. ഭക്തി എന്ന് പറയുന്നത് ഒരു ടൈം പാസ് അല്ല, സമയം പോക്ക് വിഷയമല്ല, അതൊരു മതവുമല്ല, അതൊരു റിലീജിയസ് പ്രാക്ടീസ്, മത ആചാരവുമല്ല.
എനിക്കും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വിവാഹം കഴിഞ്ഞതുപോലെ ഞാൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. അന്ന് മുതൽ അവരുടെ ബന്ധം തുടങ്ങുകയാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ള പോലെ ഇനിയൊരാൾ ജീവിക്കാൻ ശ്രമിക്കുക, മധുരമായ വാക്കുകൾ പറയുക, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക, കൂടെ ഒരുമിച്ചിരിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം ബന്ധങ്ങളെ ദൃഢമാക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ നമ്മളും ഗുരു കൃഷ്ണൻ ഉള്ള ബന്ധം എപ്പോ ദീക്ഷ എടുത്തോ അന്ന് മുതൽ ഇതിനെ ദൃഢമാക്കണം. ഇങ്ങനെ ഗുരുവിന് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കണം, ഗുരു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണം, ഗുരുവിന്റെ വാക്കുകൾ കേൾക്കണം. ഇങ്ങനെ ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആകും. ഹരേ കൃഷ്ണ. ഇന്ന് ക്ഷേത്രത്തില് ഒരു ചെറിയ പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി. ഇന്ന് നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് 1 വർഷം തികയുകയാണ്. ഇന്നത്തെ ദിവസം ഏകാദശിയും ഹിസ് ഹോൾനസ് ജയപ്രകാശ മഹാരാജിന്റെ വ്യാസപൂജ മഹോത്സവമാണ്. ഈ സുദിനത്തിൽ പ്രഭുവിന്റെ മനോഹരമായ ഈ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ ഓരോരുത്തരും വളരെ സന്തുഷ്ടരാണ് പ്രഭുജി. നന്ദി പ്രഭുജി, വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഡിയർ പ്രഭുസ് ആൻഡ് മാതാജീസ്, ഭഗവാന്റെ കൃപയാൽ ഇന്ന് ജയസായി പ്രഭു വളരെ ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിൽ കൂടിയും നമ്മുടെ കൂടെ ഈ ഒരു വർഷം തികഞ്ഞതിൻ്റെ ഈ മനോഹരമായ മുഹൂർത്തത്തിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. ഇന്ന് നമ്മുടെ ഇസ്കോൺ സെൻറ്ററിൽ പ്രഭു ഉള്ള അവിടെ തന്നെ ഹിസ് ഹോൾനസ് ഭക്തി വിഘ്ന വിനാശ മഹാരാജിൻ്റെ ക്ലാസ്സും കൂടെ നടക്കുകയാണ്. അപ്പോൾ എന്നിട്ട് കൂടി ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജയസായി പ്രഭു ആ ടൈറ്റ് ഷെഡ്യൂളിലും നമുക്കൊരു അരമണിക്കൂർ സമയം ഭാഗവതം ക്ലാസ്സിന് വേണ്ടി വന്നതിൽ നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിനോട് നന്ദി പറയാം. വളരെ സന്തോഷം. ഇന്ന് നമ്മൾ 1 വർഷം തികഞ്ഞിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം ഓൺലൈനിൽ തുടങ്ങി. നമ്മൾ ഒന്നാമത്തെ കാൻഡോ 1-ാം അധ്യായം മുതൽ 1-ാമത്തെ അധ്യായം 1-ാം കാൻഡോ 1-ാമത്തെ ശ്ലോകം മുതൽ തുടങ്ങി നമ്മളിപ്പോൾ 8-ാമത്തെ അധ്യായം കുന്തി പ്രയർ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് മൊത്തം ഈ ശ്രീമദ് ഭാഗവതം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കണക്ക് പ്രകാരം 18,000 ശ്ലോകം എടുത്ത് തീരുമ്പോൾ ഓരോ ദിവസം ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ നമുക്ക് 47 വർഷം വേണ്ടി വരും എന്നുള്ളതാണ് കണക്ക് പറയുന്നത്. അപ്പോൾ 47 വർഷത്തിനകത്ത് നമ്മുടെ കൂടെ എത്ര പേര് ഉണ്ടാവുമെന്നും അതേപോലെ പുതിയതായിട്ട് ഇനി എത്ര ഡോട്ടീസ് വന്നു ചേരുമെന്നും നമുക്കറിയില്ല. എന്തായാലും ഇത് മുഴുവനും ശ്രീമദ് ഭാഗവതവും നമുക്ക് മലയാളത്തിൽ ഇതേപോലെ ഭക്തന്മാരുടെ വായിൽ നിന്നും കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ. വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമുക്കിത് എന്നും ഒരു ഗൃഹസ്ഥന്മാർക്ക് പ്രത്യേകിച്ചും ഈ ഓൺലൈൻ ക്ലാസ് വളരെ ഗുണകരമാണ്. ഇന്നലെ ഹിസ് ഹോൾനസ് വിഘ്നവിനാശ നരസിംഹസ്വാമി മഹാരാജ് കരമന രാധാ നീലമാസ സംഘത്തിൽ വരികയും മഹാരാജ് കൃപാപൂർവ്വം നമുക്ക് ദർശനം നൽകുകയും ചെയ്തു. മഹാരാജിന്റെ മനോഹരമായ പ്രവചനത്തിൽ മഹാരാജ് പറയുകയുണ്ടായി, ചൈനയിലും തായ്ലൻഡിലുമൊക്കെയാണ് ഗുരു മഹാരാജ് പ്രീച്ചിങ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ദീക്ഷ കൊടുക്കുന്ന ദീക്ഷാഗുരുവുമാണ് അദ്ദേഹം. പറയുകയുണ്ടായി, ഈ ഓൺലൈൻ ക്ലാസ് ഒരുപാട് ഗുണകരമാണ്. ചൈനയിലൊക്കെ എല്ലാ ദിവസവും രാവിലെ ഇതേപോലത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ അവർ നടത്തുന്നുണ്ട്. 300ഓളം ഡോട്ടീസ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ശ്രീമദ് ഭാഗവതം ക്ലാസ്സിൽ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. അതൊരു സക്സസ് പ്രോഗ്രാം ആണ്. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഇന്നത്തെ കാലത്ത് ബിസി ഷെഡ്യൂളിലുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ്. അത് നമുക്ക് കൃഷ്ണസേവനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് നല്ലതാണ് എന്ന് മഹാരാജ് അപ്രീസിയേഷൻ ചെയ്തു. നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചൊക്കെ മഹാരാജ് ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി. അപ്പോഴാണ് ഈ കമൻറ്റ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഭക്തി വിഘ്ന വിനാശ നരസിംഹ മഹാരാജിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. മനോഹരമായ ഈ ഓൺലൈൻ ക്ലാസ്സിൽ റെഗുലറായിട്ട് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നന്ദി പറയുകയും നമുക്ക് ഒരു 1000 പേരെ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു സത്സംഗ വേദിയായി ഇതിനെ നമുക്ക് മാറ്റാം. 1000 പേര് എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഒരുമിച്ച് കൂടുന്ന ഒരു മനോഹരമായ പ്രോഗ്രാമാക്കി മാറ്റാൻ ഭഗവാൻ അവസരം തരട്ടെ. കൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ചുള്ള
ലീലകളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവരെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നു. അതേപോലെ ഉള്ള ഇഷ്ടമുള്ള ആൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ശ്രീമദ് ഭാഗവതം ജനനമന ചക്രത്തിൽ നിന്ന് പുറത്ത് ഒരു ആത്മാവിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരേ ഒരു മരുന്നെന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതമാണ്. അപ്പോൾ ആ ഭാഗവതം നമുക്ക് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ഓരോരുത്തരും നമുക്ക് പരസ്പരം സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓരോ ഡിവോട്ടീസും പുതിയ ഓരോ ഡിവോട്ടീസിനെ റെഗുലറായിട്ട് ഈ ഭാഗവതം ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നമുക്ക് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. നന്ദി. ദണ്ഡവത് പ്രണാമം.